അപ്പൊ നമ്മള് സമ്പത്തുമായിട്ട് അവളെ പ്രണയിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവള് പറയാണ്, നാലാമത്തെ സീക്രട്ട്: വാല്യൂ അട്രാക്ട്സ് വെൽത്ത്. മൂല്യം സമ്പത്തിനെ വലിച്ചടിപ്പിക്കും. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, നിന്റെ ബിസിനസ്സിൽ നീ വാല്യൂ കൊടുക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇല്ല. നീ ആക്ച്വലി മേടിക്കുന്ന പൈസയേക്കാൾ വില കുറഞ്ഞ അല്ലെങ്കിൽ മൂല്യം കുറച്ചാണ് അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് യു ആർ ടേക്കിംഗ് ദ ഡിഫറൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു, അതല്ലേ ബിസിനസ്? അല്ല, അല്ല. പിന്നെന്താണ് ബിസിനസ്? എങ്ങനെയാ ബിസിനസ് ചെയ്യേണ്ടത്? വാല്യൂ കൂടുതൽ കൊടുക്കുക, എന്നിട്ട് കൂടുതൽ പണം മേടിക്കുക. ഏ വാല്യൂ കൂടുതൽ കൊടുത്തിട്ട് കൂടുതൽ പണം അപ്പൊ ഞാൻ പറഞ്ഞ, അല്ല, ഈ കോമ്പറ്റീഷനുള്ള ലോകത്ത് എന്താ ചെയ്യണ്ടേ? വില കുറച്ചു കൊടുത്ത് ചെയ്യാതാൽ? അങ്ങനെയല്ല. നീ കൂടുതൽ വാല്യൂ കൊടുത്താൽ ആളുകൾ നിനക്ക് മനസ്സറിഞ്ഞു കൂടുതൽ പൈസ തരും. രണ്ട് ടൈപ്പ് കസ്റ്റമർ. ഒരിടത്ത് 1,00,000 രൂപ നീ മേടിക്കുന്നു, അവിടെ 70,000 രൂപയുടെ വർക്ക് നീ ചെയ്യുന്നു. അവര് ഹാപ്പി ആവുമോ? ഇല്ല. മറ്റൊരിടത്ത് 1,20,000 രൂപ നീ മേടിക്കുന്നു, 1,00,000 രൂപയുടെ വർക്ക് നീ അവിടെ ചെയ്യുന്നു. അവർ എക്സ്പെക്ട് ചെയ്യുന്നു 1,00,000 രൂപയുടെ 1,00,000 രൂപയുടെ വർക്കും ബാക്കി 20,000 രൂപയുടെ അഡീഷണൽ വാല്യൂ ഇൻ ദ ഫോം ഓഫ് എക്സ്ട്രാ സർവീസ് ആകാം, അവരെ കെയർ ചെയ്യുന്നതാകാം, അവർക്ക് പെട്ടെന്ന് ചെയ്തു കൊടുത്തതാകാം. വാല്യൂ അഡീഷൻ. അത് അവർക്ക് എന്താണോ വേണ്ടത് അത് നീ കൊടുക്കുന്നു. അതുകൊണ്ട് അവർ ഈ 1,20,000 രൂപ, 20,000 രൂപ സന്തോഷത്തോടു കൂടി നിനക്ക് തരുന്നു. എന്നിട്ട് അവള് എന്നോട് പറയാണ്, നീ ഇതുവരെ പഠിച്ചിട്ടില്ലാത്ത ഒരു നിയമം, ജീവിതത്തിൽ ഒരു നിയമം, ബിസിനസ്സിൽ ഒരു നിയമം നിന്നെ പഠിപ്പിക്കാം. അതാണ് ദ ലോ ഓഫ് എഫെക്ഷൻ. എഫെക്ഷൻ, EFFECTION, ലോ ഓഫ് എഫെക്ഷൻ. ഇത് പറയുന്നത്, നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് വാല്യൂ കൊടുക്കാൻ പറ്റുന്നത്. അതായത് ലോ ഓഫ് അഫെക്ഷൻ, ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിക്കാം. ദ ലോ ഓഫ് എഫെക്ഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് മോർ ലൈഫ് യു അഫെക്റ്റ്, ദ വെൽത്തിയർ യു വിൽ ബിക്കം. ദ മോർ ലൈഫ് യു അഫെക്റ്റ്, ദ മോർ ലൈഫ് you affect, wealthier you become. കൂടുതൽ ആളുകളെ നീ സഹായിക്കുമ്പോൾ കൂടുതൽ സമ്പന്നനായി മാറുന്നു. ഇതാണ് ബിസിനസിന്റെ അടിസ്ഥാന തത്വം എന്ന് സമ്പത്ത് എനിക്ക് പറഞ്ഞു തരികയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല എന്തായി ഉദ്ദേശിച്ചത്. നീ ചെയ്യുന്ന എൻറ്റിറ്റിയിൽ, നിന്റെ ബിസിനസ്സിൽ നിനക്ക് കൂടുതൽ ആളുകൾക്ക് എങ്ങനെ കൂടുതൽ മൂല്യം കൊടുക്കാൻ പറ്റും? അതായത് ഒന്നെങ്കിൽ യു ക്യാൻ സ്കെയിൽ യുവർ ബിസിനസ്. എന്താണ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് 100 പേരെ പഠിപ്പിക്കുന്നു, ഞാൻ 1000 പേരെ പഠിപ്പിക്കുന്ന സെയിം കാര്യം പഠിപ്പിക്കുന്നതാണ് സ്കെയിലിംഗ് അപ്പ്. അപ്പം നിന്റെ ജീവിതത്തിലേക്ക് സമ്പത്ത് വരുന്നത് എങ്ങനെയാ? കൂടുതൽ ആളുകളുടെ ലൈഫിൽ മൂല്യം കൊടുക്കുമ്പോൾ കൂടുതൽ സമ്പത്ത് നിന്നിലേക്ക് വരുന്നു. അതാണ് സ്കെയിലിംഗ് ഓഫ് ബിസിനസ്. എന്താണ് സ്കെയിലിംഗ്? ഇന്ന് അസ്മലിക്ക 2 കണ്ടെയ്നർ വാട്ടർ ടാങ്ക് ആണ് കൊണ്ടുവന്ന് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു മാസത്തിൽ. അപ്പം അത് മേടിക്കുന്ന ഒരു നമ്പർ ഓഫ് ആളുകളുണ്ട്. അസ്മലിക്ക എന്ത് ചെയ്യുന്നു? യു ആർ സ്കെയിലിംഗ് അപ്പ്. എന്താ അവിടെ ചെയ്യുന്ന? എഫെക്ഷൻ. യു ആർ അഫക്റ്റിംഗ് മോർ പീപ്പിൾ. അപ്പൊ എന്തായി? 3 കണ്ടെയ്നർ കൊണ്ടുവന്ന് വിൽക്കുന്നു. അസ്മലിക്ക, സമ്പത്ത് കൂടുവോ? എങ്ങനെയാ സമ്പത്ത് കൂടിയത്? ത്രൂ സ്കെയിലിംഗ് അപ്പ്. എന്താണ് സ്കെയിൽ അപ്പ് എന്ന് പറയുന്നത്? കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു സെയിം കാര്യം. അല്ലെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്, അതിന്റെ പേരാണ് മാഗ്നിറ്റ്യൂഡ്. എന്താണ് മാഗ്നിറ്റ്യൂഡ് കൂട്ടുക എന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് കൂട്ടുക എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് അതേ 2 കണ്ടെയ്നർ ആളുകൾക്ക് തന്നെയാണ് സാധനം കൊടുക്കുന്നത്, പക്ഷെ യു ആർ ആഡിങ് വാല്യൂ. കൂടുതൽ വാല്യൂ ആഡ് ചെയ്തിട്ട് എന്താക്കുന്നു? ഇതിന്റെ പ്രൈസ് ഈ വാല്യൂയും കൂടെ ചേർത്തിട്ട് ഹൈ ടിക്കറ്റ് ആക്കി മാറ്റുന്നു. അപ്പൊ എന്തുണ്ടാവും? കൂടുതൽ മൂല്യം ആ കസ്റ്റമർക്ക് കിട്ടുകയും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നു.
അപ്പൊ രണ്ട് രീതിയിലാണ് നിങ്ങളുടെ ബിസിനസ്സിൽ എഫെക്ഷൻ എന്ന നിയമം നടപ്പാക്കാൻ പറ്റും. ഒന്നെങ്കിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം കൂടുതൽ ആളുകൾക്ക് ചെയ്യുക, കൂടുതൽ ആളുകൾക്ക് കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ വാല്യൂ എക്സിസ്റ്റിംഗ് ആളുകൾക്ക് വാല്യൂ അഡിഷനോടുകൂടി വില കൂട്ടി വിൽക്കുക. അതാണ് ഹൈ ടിക്കറ്റ്. അപ്പൊ ഈ സ്കെയിലിംഗിൽ പറയുന്നത് മില്യൺസ് ഉണ്ടാക്കണമെങ്കിൽ യു ഹാവ് ടു അഫക്റ്റ്, യു ഹാവ് ടു സെർവ് മില്യൺസ് ഓഫ് ആളുകളെ സെർവ് ചെയ്യുമ്പോൾ നിങ്ങൾ മില്യണയർ ആയിക്കൊണ്ടിരിക്കും. അതാണ് സ്കെയിലിംഗ് ഓഫ് ബിസിനസ്സിൽ സംഭവിക്കുന്നത്. നമ്പർ ഓഫ് കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. മാഗ്നിറ്റ്യൂഡിൽ എന്താണ് ഗുണം? എക്സിസ്റ്റിംഗ് കസ്റ്റമറുടെ നമ്പർ കൂട്ടുന്നില്ല, അവർക്ക് കൊടുക്കുന്ന വാല്യൂ കൂടുതൽ കൂട്ടിക്കൊണ്ട് കൂടുതൽ പ്രൈസ് നമ്മൾ നേടുന്നു. സോ ലോ ഓഫ് എഫെക്ഷൻ വെച്ചിട്ട് അവൾ എന്നോട് ചോദിക്കുകയാണ്, ഹൗ മെനി ലൈഫ് ആർ യു ടച്ചിങ്? നിന്റെ എക്സിസ്റ്റിംഗ് ബിസിനസ് വെച്ചിട്ട് നീ എത്ര പേർക്ക് സെർവ് ചെയ്യുന്നുണ്ട്? അയ്യോ ഇല്ല, വളരെ കുറച്ച് പേര്, ഒരു മാസത്തിൽ 2 or 3 വർക്ക്. പിന്നെ എങ്ങനെയാ കാശ് കിട്ടുന്നത്? അവർക്ക് നീ വാല്യൂ അഡിഷൻ കൊടുക്കുന്നുണ്ടോ? ഇല്ല. നോർമൽ സർവീസ്, അതും കോമ്പറ്റീഷൻ ആയതുകൊണ്ട് റേറ്റ് കുറച്ച് ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാടാവേ ഞാൻ നിന്റെ ജീവിതത്തിലോട്ട് വരുന്നേ? നിന്റെ ഈ വർക്ക് കൊണ്ട് ആർക്കാണ് ബെനിഫിറ്റ്? നിനക്കുണ്ടോ? ഇല്ല. അവർക്കുണ്ടോ? ഇല്ല. കാരണം അവർക്കും വാല്യൂ കുറച്ചാണ് നീ കൊടുക്കുന്നത്, നിനക്കും അതിൽ നിന്നൊന്നും കിട്ടുന്നുമില്ല. പിന്നെ ഇതുകൊണ്ട് ആർക്കാ ഗുണം? നീ ചെയ്യുന്ന ആ കർമ്മം കൊണ്ട് ആർക്കാ ഗുണം? ആർക്കും ഗുണമില്ല. അപ്പൊ പിന്നെ എങ്ങനെയാ നിനക്ക് സമ്പത്ത് കിട്ടുന്നത്? കാരണം നീ ചെയ്യുന്ന കാര്യം വാല്യൂ ഇല്ലാത്തതാണ്. നീ എന്ത് പ്രശ്നമാ പരിഹരിക്കുന്നത്? ഞാൻ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും പരിഹരിക്കുന്നില്ല. അവരുടെ ഒരു ആവശ്യം പറഞ്ഞു, അത് മറ്റേവരെക്കാൾ വില കുറച്ച് ഞാൻ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതെങ്ങനെയാ നീ ചെയ്യുന്നത്? അത് ഇതിന്റെ അകത്ത് ഇച്ചിരി റേറ്റ് കുറച്ചു, മറ്റേ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഇത്തിരി കുറച്ചു, ഇതിന്റെ ഇത്തിരി കുറച്ചു. നീ അവിടെ എന്താ ചെയ്തത്? വാല്യൂ കൂട്ടുകയാണോ ചെയ്തത്? വാല്യൂ കുറയ്ക്കുകയാണോ ചെയ്തത്? അത് കുറച്ചാലല്ലേ പ്രൈസ് കുറയ്ക്കാൻ പറ്റൂ. എനിക്ക് വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് നിനക്ക് എന്നിട്ട് ഇത്രയൊക്കെ ചെയ്തിട്ട് നിനക്ക് എന്ത് കിട്ടി? ഒന്നും കിട്ടിയില്ല. സോ വാട്ട് വാല്യൂ ആർ യു ബ്രിങ്ങിങ് ടു ദ സൊസൈറ്റി? സോ സമ്പത്ത്, പണം, അവൾ എന്നോട് പറയുകയാണ്, ദ എമൗണ്ട് ഓഫ് മണി യു ആർ ഹാവിങ് നൗ is the direct reflection on the amount of value you provide in your market. നീ കൊടുത്ത വാല്യൂന്റെ ഡയറക്റ്റ് പ്രൊപ്പോർഷനിലാണ്, അത് ഡയറക്റ്റ് ആണ് നിന്റെ കയ്യിൽ ഇപ്പൊ എത്ര പണം ഉണ്ട് എന്നുള്ളത്. നിന്റെ കയ്യിൽ ഇപ്പൊ കാശില്ലയോ? അതിന്റെ അർത്ഥം എന്താ? നീ ഇനഫ് വാല്യൂ നിന്റെ മാർക്കറ്റ് പ്ലേസിൽ കൊടുക്കുന്നില്ല. നിന്റെ ഈ കാശുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? നീ ഇനഫ് വാല്യൂ മാർക്കറ്റ് പ്ലേസിൽ കൊടുക്കുന്നുണ്ട്. അപ്പം പണം എന്നോട് പറയാണ്, മണി ഈസ് ആൻ എഫക്റ്റ്. ഇത് കേവലം ഒരു എഫക്റ്റ് ആണ്. അപ്പം കാശുള്ളതോ കാശില്ലാത്തതോ ഈസ് ആൻ എഫക്റ്റ്. ആ എഫക്റ്റിന്റെ ഇതിന്റെ യഥാർത്ഥ മൂല കാരണം എന്താ? വാല്യൂ ഈസ് ദ കോസ്. വാല്യൂ ആണ് യഥാർത്ഥ കാരണം. അസ്മലിക്കയുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇറ്റ് ഈസ് ആൻ എഫക്റ്റ്. അസീസിക്കയുടെ കയ്യിൽ പൈസ ഇല്ല, ഇറ്റ് ഈസ് ഓൾസോ ആൻ എഫക്റ്റ്. അതും ഒരു എഫക്റ്റ് ആണ്. എന്തുകൊണ്ട് അസ്മലിന്റെ കയ്യിൽ പൈസ ഉണ്ട്? വാട്ട് ഈസ് ദ റിയൽ കോസ്? അസ്മൽ വാല്യൂ കൊടുക്കുന്നു. എന്തുകൊണ്ട് അസീസിന്റെ കയ്യിൽ പൈസ ഇല്ല? അസീസ് വാല്യൂ കൊടുക്കുന്നില്ല. എക്സാമ്പിൾ. അപ്പൊ എന്താണ് വാട്ട് ഈസ് മണി? മണി ഈസ് നത്തിങ് ബട്ട് എ താങ്ക് യു നോട്ട്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സർവീസ് കൊടുക്കുമ്പോൾ അവര് നമ്മളോട് താങ്ക് യു പറയുന്നതാണ് വിത്ത് മണി. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ എനിക്ക് കാശ് തരുന്നു. എന്താണ് കാശ് നിങ്ങളെ സംബന്ധിച്ച്? എന്താണ് എനിക്ക്, എന്തിനാണ് കാശ് തരുന്നത്? ഇറ്റ്സ് എ താങ്ക് യു നോട്ട്. ആണോ രായേഷേ? രായേഷ് എനിക്ക് തന്ന 2 ലക്ഷം രൂപ എന്താണ്? കിങ്സ് ക്ലബിൽ വരാൻ. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് എ താങ്ക് യു നോട്ട്. സാറേ, എനിക്ക് ഇത്രയും അറിവ് പറഞ്ഞു തന്നതിന്, എൻ്റെ ബിസിനസ്സിനെ ഇത്രയും വളർത്താൻ സഹായിക്കുന്നതിന്, എൻ്റെ കച്ചവടം കൂട്ടാൻ സഹായിക്കാൻ താങ്ക് യു സാർ, താങ്ക് യു. ദിസ് ഈസ് മണി. അപ്പം എന്തുകൊണ്ടാണ് എനിക്ക് 2 ലക്ഷം രൂപ തരികയും മറ്റൊരാൾക്ക് 2000 രൂപ കൊടുക്കാൻ പോലും രാജേഷ് മടിക്കുന്നുണ്ടാകും മറ്റൊരു ട്രെയിനർക്ക്? എന്തുകൊണ്ട്? ഹി ഈസ് നോട്ട് പ്രൊവൈഡിങ് ദാറ്റ് മച്ച് വാല്യൂ. അല്ല, നിങ്ങളിൽ പലരും പല ട്രെയിനിങ്ങിനും പോകുന്നുണ്ട്. 1000 രൂപയുടെ 1500. എന്തുകൊണ്ടാണ് അത് 1500 മാത്രം നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾക്ക് അതിനുള്ള മൂല്യമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആ 1500 രൂപയെ കൊടുക്കുന്നുള്ളൂ. എന്റെ ക്ലാസ്സിന് ഈ വാല്യൂ ഞാൻ തരുന്നത് കൊണ്ടല്ലേ ഇത്രയും വലിയ, ഇപ്പം
ചെട്ടിയാർ ആദ്യം 1 ഡേ പ്രോഗ്രാമിന് 10,000 രൂപ തന്നു വന്നു. അന്ന് കിങ്സ് ക്ലബിൽ 2 ലക്ഷം രൂപ തന്നു വന്നു. ഇപ്പൊ ദാ കിങ് മേക്കേഴ്സിന്റെ അകത്ത് 10 ലക്ഷം രൂപ തന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ തരാൻ തോന്നിയത്? ഓരോ തവണ പൈസ തരുമ്പോഴും കൂടുതൽ വാല്യൂ കിട്ടുന്നു. അപ്പൊ എന്തായി അജിത്ത് എന്താ ചെയ്യുന്നത്? എന്റെ ബിസിനസ് വളരുന്നു. താങ്ക് യു സർ, താങ്ക് യു സർ. ഞാൻ ഇനി എന്ത് ചെയ്താൽ മതി? കൂടുതൽ കൂടുതൽ വാല്യൂ തന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും എനിക്ക് താങ്ക് യു. വാട്ട് ഈസ് മണി? മണി ഈസ് എ താങ്ക് യു നോട്ട്. സോ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പണം ഉണ്ടെങ്കിലും നിങ്ങളുടെ ബിസിനസ്സിൽ ഇപ്പൊ പണം ഇല്ലെങ്കിലും ദാറ്റ് ഈസ് ആൻ എഫക്റ്റ്. വാട്ട് ഈസ് ദ റിയൽ കോസ്? എന്താണ് ഇതിന്റെ മൂല കാരണം? വാല്യൂ. ഡു യു പ്രൊവൈഡ് ഇനഫ് വാല്യൂ ഇൻ ദ മാർക്കറ്റ് പ്രൈസ്? സോ ലോ ഓഫ് എഫെക്ഷൻ പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സ്കെയിൽ ചെയ്യണം നിങ്ങളുടെ ബിസിനസ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മാഗ്നിറ്റ്യൂഡ് കൂട്ടണം. അതായത് ടിക്കറ്റ് സൈസ് വർദ്ധിപ്പിക്കണം. വാട്ട് ഈസ് ടിക്കറ്റ് സൈസ്? നിങ്ങളുടെ പ്രൈസ്. എന്താണ് ലോ ഓഫ് എഫെക്ഷൻ? നിങ്ങൾ കൊടുക്കുന്ന മൂല്യം അതൊന്നെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം. അതിന്റെ പേരാണ് സ്കെയിലിംഗ് അപ്പ് ഓഫ് ബിസിനസ്. സ്കെയിൽ അപ്പ്. അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ആളുകൾക്ക് കൂടുതൽ മൂല്യം കൊടുക്കണം. അതെന്താണ്? ടിക്കറ്റ് സൈസ്. അല്ലെങ്കിൽ യു ഹാവ് ടു ഡു ബോത്ത്. ഇത് രണ്ടും ചെയ്യണം. അപ്പൊ എന്തുണ്ടായി അസ്മലിക്ക? നമ്മൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? പ്രൈസ് കൂട്ടണം. എങ്ങനെ? വാല്യൂ കൂടുതൽ കൊടുത്തുകൊണ്ട് ആ കൂടിയ വിലയ്ക്ക് കൂടുതൽ ആളുകളിലേക്ക് വിൽക്കണം. ഇത് രണ്ടുമല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവുന്നത്. കാരണം എന്താ? നമ്മൾ ഡെയിലി ചെയ്യുന്നത് വാല്യൂ കൂട്ടി വില കൂട്ടി വിൽക്കാനും പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് ആണോ? അത് കൂടുതൽ ആളുകളിലേക്ക് അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമ്പോൾ രണ്ട് രീതിയിലും നമ്മളുടെ ലോ ഓഫ് എഫെക്ഷൻ വർക്ക് ചെയ്യാണ്. സ്കെയിലപ്പും നടക്കുന്നുണ്ട്, ടിക്കറ്റ് സൈസും കൂടി. എങ്ങനെ സമ്പന്നനാവാതിരിക്കും? അപ്പം നമ്മൾ ബിസിനസിന്റെ അടിസ്ഥാന തത്വം പഠിക്കുക. വാട്ട് ഈസ് നെറ്റ് പ്രോഫിറ്റ്? ഈ നെറ്റ് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ഈസ് നെറ്റ് പ്രോഫിറ്റ്? നെറ്റ് പ്രോഫിറ്റ് ഈക്വൽസ് യൂണിറ്റ്സ് സോൾഡ്. എത്ര പീസ് വിറ്റു മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ്. ഒരു യൂണിറ്റ് ഒരു ഐറ്റത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നിന്ന് എന്ത് ലാഭമുണ്ട്? എത്ര എണ്ണം വിറ്റു, ഒരെണ്ണത്തിൽ നിന്ന് എത്ര ലാഭമുണ്ട്? അതല്ലേ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ്. എത്ര പീസ് വിറ്റു, ആ ഒരെണ്ണത്തിന് എത്ര രൂപ ലാഭമുണ്ട്. എന്താണിത്? എത്ര പീസ് വിറ്റു, ദാറ്റ് ഈസ് സ്കെയിൽ ആണോ? എത്ര യൂണിറ്റ് പ്രോഫിറ്റ് എത്ര? ദാറ്റ് മേക്സ് ടിക്കറ്റ് സൈസ്. അപ്പം ബിസിനസ് വളർത്താൻ എന്ത് ചെയ്യണം? കൂടുതൽ വാല്യൂ കൊടുക്കണം. കൂടുതൽ വാല്യൂ എങ്ങനെ കൊടുക്കാം? ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിന്റെ എണ്ണം കൂട്ടാം, അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ കൊടുത്ത് പ്രൈസ് കൂട്ടാം, അല്ലെങ്കിൽ വാല്യൂ കൂടുതൽ കൊടുത്ത് പ്രൈസും കൂട്ടാം, കൂടുതൽ ആളുകൾക്കും കൊടുക്കാം. ഇത് രണ്ടും കൂടെ ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നീ പൊളി. എങ്കിൽ നിനക്ക് പെട്ടെന്ന് സമ്പത്ത് കിട്ടും. അവളാണ് എനിക്കൊരു കാര്യം പറഞ്ഞു തന്നെ. കോമ്പറ്റീറ്റേഴ്സിനെ കണ്ടുകൊണ്ട് നീ വില കുറച്ച് കൊടുക്കുകയല്ല വേണ്ടത്. പകരം ഇത് മനസ്സിലാക്കിക്കൊണ്ട്, ലോ ഓഫ് എഫെക്ഷൻ മനസ്സിലാക്കിക്കൊണ്ട് നീ മനസ്സിലാക്കണം, ഹൈ വാല്യൂ ഈക്വൽസ് ഹൈ പ്രൈസ്. കൂടുതൽ വാല്യൂ കൊടുക്കാമെങ്കിൽ നിനക്ക് കൂടുതൽ വില മേടിക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു ഹൈ പ്രോഫിറ്റ്. കൂടുതൽ വാല്യൂ കൊടുത്താൽ കൂടുതൽ പ്രൈസ് മേടിക്കാം, കൂടുതൽ പ്രൈസ് മേടിച്ചാൽ കൂടുതൽ ലാഭം കിട്ടും. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു മേക്ക് മണി. അവൾ എന്നോട് പറയുക, ഇതൊന്നും ഞാൻ പറഞ്ഞല്ല. അപ്പോ നമ്മൾ എന്താ പഠിച്ചേ? നെറ്റ് പ്രോഫിറ്റ് ഈക്വൽസ് പറഞ്ഞേ യൂണിറ്റ് സോൾഡ് മൾട്ടിപ്ലൈഡ് ബൈ യൂണിറ്റ് പ്രോഫിറ്റ് അല്ലേ? അപ്പം ലെറ്റ്സ് സേ നമ്മുടെ ഷൈൻ എന്ത് ചെയ്യാണ്? നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കൂട്ടുകയാണ്, അതായത് സ്കെയിലപ്പ് ചെയ്യാണ് ബിസിനസ്. അപ്പം ഈ സ്കെയിലപ്പിൽ നിന്ന് സംഭവിക്കുന്നതാണ് സ്കെയിലിംഗ് അപ്പ് ഓഫ് ബിസിനസ് ക്രിയേറ്റ്സ് മില്യണേഴ്സ്. കുറെ കഴിയുമ്പോൾ ഷൈൻ രാജ് ആരാകും? മില്യണയർ ആകും. നവാസ് തീരുമാനിക്കുകയാണ് ഇത്രയും പേരൊക്കെ തന്നെ മതി, പക്ഷേ ഞാൻ എന്ത് ചെയ്യാണ്? ഞാൻ ഹൈ ടിക്കറ്റ്, ഞാൻ വാല്യൂ കൂടുതൽ കൊടുത്തോണ്ട് എൻ്റെ പെർഫ്യൂമിന്റെ പ്രൈസ് കൂട്ടുകയാണ്, കൂടുതൽ മൂല്യം കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ അതുവഴി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ പ്രോഫിറ്റ് കൂട്ടാൻ പോവാണ്.
അപ്പം അവിടെ എന്ത് ചെയ്തു? ഹൈ ടിക്കറ്റ് ആഡ് ചെയ്തു. അപ്പം ഇത് നവാസ് എന്തായി? നവാസും കുറച്ച് കഴിയുമ്പോൾ മില്യണയർ ആവും. അപ്പം ഷൈൻരാജ് മില്യണയർ ആയത് എങ്ങനെയാ? സ്കെയിൽ അപ്പ് ചെയ്തു, കൂടുതൽ കസ്റ്റമർക്ക് കൊടുത്തിട്ട്. നവാസ് എങ്ങനെയാ മില്യണയർ ആയത്? കൂടുതൽ വാല്യൂ കൊടുത്ത്, കൂടുതൽ ലാഭം, കൂടുതൽ പ്രൈസിൽ വിറ്റപ്പോൾ കൂടുതൽ ലാഭം നേടി. അപ്പം വേണുചേട്ടൻ ഇവിടെ ഇരിക്കുകയാണ്. വേണുചേട്ടൻ നോക്കുന്നു, ആഹാ ഇതാണോ പരിപാടി? എങ്കിലും ഒരു കാര്യം ചെയ്യാം, ഞാൻ വാല്യൂം കൂടുതൽ കൊടുക്കാം, അതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് വിൽക്കുകയും ചെയ്യാം. ഷൈൻ എന്താ ചെയ്തേ? സെയിം വാല്യൂ കൂടുതൽ ആളുകൾക്ക് വിറ്റു. നവാസ് എന്താ ചെയ്തേ? സെയിം ആളുകൾക്ക് കൂടുതൽ വാല്യൂ കൂടുതൽ പ്രൈസിൽ വിറ്റു. അപ്പം ഷൈനും മില്യണയറായി, നവാസും മില്യണയറായി. പക്ഷേ വേണു എന്ത് ചെയ്തു? വേണു തീരുമാനിച്ചു, ഞാൻ കൂടുതൽ വാല്യൂ കൊടുത്ത് പ്രൈസ് കൂട്ടുകയും ചെയ്യും, അതോടൊപ്പം കൂടുതൽ ആളുകൾക്ക് വിൽക്കുകയും ചെയ്യും. വേണു ആരായി? ബില്യണയർ. ഇങ്ങനെയാണ് ഇവിടെ ബില്യണയേഴ്സ് ഉണ്ടാവുന്നത്. ബില്യണറും എങ്ങനെ ഉണ്ടാകുന്നത്? മില്യണയേഴ്സ് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ കൂടുതൽ ആളുകൾക്ക് വിൽക്കുമ്പോൾ, അല്ലെങ്കിൽ കൂടുതൽ പ്രോഫിറ്റിൽ വിൽക്കുമ്പോൾ. ബില്യണയർ എങ്ങനെ ഉണ്ടാകുന്നത്? കൂടുതൽ ലാഭത്തിൽ കൂടുതൽ ആളുകൾക്ക് വിൽക്കുമ്പോൾ ബില്യണയേഴ്സ് ഉണ്ടാകുന്നു. ഏതൊരു ബില്യണയറുടെ കേസ് സ്റ്റഡി നിങ്ങൾ എടുത്തോ, ദിസ് ഈസ് ദെയർ ഫോർമുല. കൂടുതൽ ലാഭത്തിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നു. ഇതാണ് നമ്മൾ പഠിച്ച പ്രീമിയം സെല്ലിംഗ് സീക്രട്ട്. അതാണ് ലോ ഓഫ് എഫെക്ഷൻ. നിങ്ങൾ ഏതൊരു ബില്യണയറെ എടുത്തോ, ഏത് ബില്യണയറെ വേണേലും എടുത്തോ, യു ക്യാൻ സീ സംതിങ്. ഇവര് ലോകത്ത് ഒരുപാട് പേരുടെ ജീവിതത്തിൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അത് ലോകത്തെ ആദ്യത്തെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ബിൽ ഗേറ്റ്സ് തൊട്ട് ഇന്നത്തെ ഇലോൺ മസ്ക് ആയിക്കോട്ടെ, ആരെ എടുത്ത് നോക്കിയാലും അവരെന്താ ചെയ്തേ? ദേ ടച്ച് ദ ലൈഫ് ഓഫ് മില്യൺസ് by providing more value and making more profit. So what is business? അവൾ എന്നെ പഠിപ്പിച്ചു തരികയാണ്, വാട്ട് ഈസ് ബിസിനസ്. നീ മേടിക്കുന്ന പണത്തിന് ഇപ്പം നീ വാല്യൂ കൊടുക്കുന്നില്ല. നീ അതിന് അർഹതപ്പെട്ട, നീ 1,00,000 രൂപ ഇന്റീരിയർ വർക്കിന് വേണ്ടി മേടിക്കുന്നു, 70,000 രൂപയുടെ വർക്ക് ചെയ്യുന്നു, 30,000 രൂപ നീ ലാഭം എടുക്കുന്നു. ഇത് ബിസിനസ് അല്ല, ഇത് ദാരിദ്ര്യത്തിലേക്കുള്ള പോക്കാണ്. ഇത് പോവർട്ടി അട്രാക്റ്റീവ്. നീ എന്ത് ചെയ്യുക? നീ നേരെ തിരിക്കും. നീ എന്ത് ചെയ്യണം? നീ 1,20,000 രൂപ മേടിക്കുക ഒന്നെങ്കിൽ. അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇതേ കാര്യം തന്നെ ഈ 30,000 വെച്ച് കൂടുതൽ ആളുകൾക്ക് വിൽക്കണം. അല്ലെങ്കിൽ നീ ചെയ്യേണ്ടത് ഹൈ ടിക്കറ്റിലേക്ക് മാറണം. ഇത് രണ്ടും നടക്കാതെ അപ്പൊ ഞാൻ എന്ത് തീരുമാനിച്ചു? ഇനി മുതൽ 1,20,000 വെച്ചിട്ട് കൂടുതൽ ആളുകൾക്ക് എങ്ങനെ വിൽക്കാം. കാരണം കൂടുതൽ വാല്യൂ കൂട്ടി കൂടുതൽ ആളുകൾക്ക് വിൽക്കാം. അങ്ങനെ ഞാൻ നോക്കി എന്ത് വാല്യൂ ആണ് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത്. യെസ്, എൻ്റെ എക്സ്പീരിയൻസുകൾ, എൻ്റെ സ്കിൽ, എൻ്റെ സെയിൽസ് സ്കിൽ, എൻ്റെ മാർക്കറ്റിംഗ് സ്കിൽ, എൻ്റെ ലീഡർഷിപ്പ് സ്കിൽ, എൻ്റെ മണി മാനേജ്മെന്റ് സ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ പഠിപ്പിക്കണം. എൻ്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച ആ പ്രാക്ടിക്കൽ പ്രാക്ടീഷണറായിട്ട് മാറണം. അവിടെ കൂടുതൽ വാല്യൂ കൊടുത്ത് കൂടുതൽ ഹൈ ടിക്കറ്റിൽ വിറ്റ് കൂടുതൽ ആളുകളിലേക്ക് ഇമ്പാക്ട് ചെയ്യണം. അങ്ങനെയാണ് അവള് പറഞ്ഞു തന്ന ഈ ബിസിനസ് സീക്രട്ടിൽ നിന്നാണ് ഫ്രം എ ബ്രോക്ക് അനിൽ ബാലചന്ദ്രൻ ടു എ സെൽഫ് മെയ്ഡ് മൾട്ടി മില്യണയർ അനിൽ ബാലചന്ദ്രനായി മാറിയത്. ഈസ് യൂസിങ് ലോ ഓഫ് എഫെക്ഷൻ. ബിക്കോസ് wealth is attracted by value. Value attracts wealth. ഇതാണ് അവൾ എന്നോട് പറഞ്ഞത്. അപ്പോ 4 സീക്രട്സ് ആണ് പറഞ്ഞത്. ഒന്ന്, എനിക്ക് ക്ലാരിറ്റി ഉള്ളവരെ എനിക്ക് ഇഷ്ടമാണ്, വ്യക്തതയുള്ളവരെ ഇഷ്ടമാണ്. 2, വെൽത്തിനെ കുറിച്ചുള്ള ചിന്തകളുള്ളവരെ എനിക്ക് ഇഷ്ടമാണ്. അതിൽ നമ്മൾ വെൽത്ത് ട്രിഗർ പഠിച്ചത്. 3, കടപ്പാടുള്ളവരെ എനിക്ക് ഇഷ്ടമാണ്. 4, മാർക്കറ്റിൽ വാല്യൂ കൊടുക്കുന്നവരെ എനിക്കിഷ്ടമാണ്. 12 രഹസ്യങ്ങളാണ് അവൾ എനിക്ക് പറഞ്ഞു തന്നത്. അതിൽ 4 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ബാക്കിക്ക് കാത്തിരിക്കുക. ഐ വിൽ ബി വിത്ത് യു. താങ്ക് യു.